കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കുടിവെള്ളക്ഷാമത്തിൽ ഇടപെടലുമായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉടൻ ചീഫ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകുമെന്നും മന്ത്രി 24നോട് പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു ജലക്ഷാമം എന്ന വാർത്ത ഇപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. അടിയന്തരമായി തന്നെ ഇപ്പം ആവശ്യമായ നിർദ്ദേശം ചീഫ് എഞ്ചിനീയർക്ക് നൽകും. അതായത് അടിയന്തരമായി ഇടപെട്ട് പരിഹരിക്കാൻ ആവശ്യമായ നിർദ്ദേശം ഉടൻ തന്നെ നൽകുന്നതായിരിക്കും. തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ളക്ഷാമത്തിൽ നാളെ നിർണായക യോഗത്തിന് നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. മേഘന, കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വന്നാൽ 2 ദിവസമായി രോഗികളും കൂട്ടിരിപ്പുകാരും ഒക്കെ തന്നെ വലിയ പ്രതിസന്ധിയിലാണുള്ളത്. എന്താണ് മന്ത്രിയുടെ പ്രതികരണം വിഷയത്തിൽ? അമൃത, ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണമാണ് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നതും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കുടിവെള്ള ക്ഷാമം. അത് ഇന്നലെ ഉച്ച മുതൽ പറയുന്നതാണ്. അവിടെ രോഗികൾ വലിയ രീതിയിൽ വലയുന്നു. അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറയുന്നത്. ഉടൻ പരിഹാരം ഉണ്ടാകും. ആ പരിഹാരത്തിനായിട്ടുള്ള ഇടപെടൽ നടത്തി അതുപോലെ തന്നെ ഉടൻ ചീഫ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകുമെന്നുള്ളതാണ്. എന്താണ് പ്രശ്നം, അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നിർദ്ദേശം നൽകുമെന്നുള്ളതാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറയുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിഷയം അടിയന്തര പ്രാധാന്യത്തോടെ കാണുന്നു എന്നുള്ള പ്രതികരണം കൂടി 24നോട് റോഷി അഗസ്റ്റിൻ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെയാണ് തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ളക്ഷാമവും. തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ളക്ഷാമം അത് വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കിയതാണ്. അതിലും ഉടൻ ഒരു പരിഹാരം എന്നുള്ളത് തന്നെയാണ് മന്ത്രി പറയുന്നത്. അത് ആറ്റുകാൽ പൊങ്കാലയുടെ അടക്കം പശ്ചാത്തലത്തിൽ എത്രയും പെട്ടെന്ന് പരിഹാരം കാണാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൽ വാട്ടർ അതോറിറ്റി MDയുടെ നേതൃത്വത്തിൽ നാളെ നിർണായക യോഗം തിരുവനന്തപുരത്തെ കുടിവെള്ള പ്രശ്നത്തിൽ നടക്കുമെന്നുള്ള പ്രതികരണം കൂടി മന്ത്രി റോഷി അഗസ്റ്റിൻ നടത്തുന്നു. ഈ വാട്ടർ അതോറിറ്റി MDയുടെ നേതൃത്വത്തിൽ നടക്കുന്ന യോഗത്തിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, അതുപോലെ ഈ പൈപ്പ് പൊട്ടുന്ന പ്രശ്നം, അതുപോലെ ഏതൊക്കെ സ്ഥലത്താണ് കുടിവെള്ളമില്ലാത്തത്, ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുന്നേ തന്നെ എന്തൊക്കെ സജ്ജീകരണങ്ങൾ നടത്താമെന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നത് കൂടിയാണ് മന്ത്രി പറയുന്നത്. അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെയും തിരുവനന്തപുരം നഗരത്തിലെയും ഈ ഒരു കുടിവെള്ളക്ഷാമം, ശുദ്ധജലക്ഷാമം എത്രയും പെട്ടെന്ന് അടിയന്തര പ്രാധാന്യത്തോടുകൂടി വകുപ്പ് പരിഹരിക്കുമെന്നാണ് മന്ത്രി 24നോട് പ്രതികരിക്കുന്നത്. ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.